അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഹാജിമാരോടാണ് പറയാനുള്ളത്. ഹാജിമാർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹറമിലും അതുപോലെ തന്നെ മറ്റ് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ സമയം വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ സമയം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിക്ക ഹാജിമാർക്കും സമയം നഷ്ടപ്പെടാറുള്ളത് തൻ്റെ കുടുംബക്കാരെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ കാണാൻ വേണ്ടി പോകുമ്പോൾ അടുത്ത റൂമുകളിലേക്കോ അടുത്ത പ്രദേശങ്ങളിലേക്കോ ജിദ്ദയിലേക്കോ മറ്റോ ഒക്കെ അവർ കുടുംബത്തെ കാണുവാനും അവരുമായി ഇടപഴകുവാനുമൊക്കെയാണ് പോകുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലത് അവരോട് ഹറമിലേക്ക് വരാൻ പറഞ്ഞാൽ ഹറമിൽ വെച്ച് കുടുംബബന്ധം സ്ഥാപിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലവും ലഭിക്കുന്നതോടൊപ്പം ആ സമയം അവർക്ക് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അമിതമായി സമയം ചെലവഴിച്ചുകൊണ്ട് ഒരിക്കലും ഇടപഴകുന്നത് നമ്മുടെ ഇബാദത്തുകൾക്ക് കുറവ് വരാൻ കാരണമാകും എന്ന് ഓരോ ഹാജിമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ഒറ്റക്ക് കഴിയുവാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദിക്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ളത് ആത്മാർത്ഥമായി ചോദിക്കുവാനുമൊക്കെ ഒറ്റക്ക് ഹറമിലേക്ക് പോവുകയും ഹറമിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യുകയാണ് നല്ലത് എന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇവിടെ നിന്ന് ഹജ്ജിന് പോയി അവിടെ ഇറങ്ങിയത് മുതൽ ഷോപ്പിങ്ങിനായി പോകുന്ന അല്ലെങ്കിൽ കടകളും അതുപോലെ ക്ലോക്ക് ടവർ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് അതിന് കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. നമുക്ക് നാട്ടിലെത്തിയാൽ സമ്മാനങ്ങൾ നൽകുവാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയും ഒക്കെയാണ് അങ്ങനെ പുറത്തു പോയി ഷോപ്പിംഗ് നടത്താറുള്ളത്. എന്നാൽ ആ പോകുന്നതിൻ്റെ തിരിച്ച് മടങ്ങുന്നതിൻ്റെ തലേ ദിവസമോ മറ്റോ ഒക്കെ കുറച്ച് സമയം ചെലവഴിച്ച് ആ കാര്യം നിർവഹിച്ചാൽ മതിയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹറമിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അതിൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ആ കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്നുള്ള നിലക്കാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് ഹാജിക്ക് വമ്പം നഷ്ടമാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ചില ചാനലുകൾ കാണുവാനുള്ള സൗകര്യം റൂമുകളിലൊക്കെ ഉണ്ടാകും, ടി വിയും മറ്റും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വാർത്താ ചാനലുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ പറ്റാത്തത് ഹറമിൽ വെച്ച് കാണുമ്പോൾ പ്രത്യേകിച്ചും ശിക്ഷയുടെ ആധിക്യം അത് ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വാർത്ത കാണുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റീൽസുകളിലൂടെ കടന്നു പോകുമ്പോൾ വരാവുന്ന ഒരുപാട് തെറ്റുകൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ സമയം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുപോലെ പത്രങ്ങളും മാസികകളുമൊക്കെ സ്ഥിരമായി വായിക്കുന്ന ആളുകൾ അതവിടെ തേടിപ്പിടിച്ച് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ അമിതമായി ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് റൂം അടുത്തുള്ള ആളുകളാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അമിതമായി ഉറങ്ങുവാനോ അല്ലെങ്കിൽ അമിതമായി വിശ്രമിക്കുവാനോ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല. നമ്മുടെ ഇബാദത്തുകളും മറ്റുമൊക്കെ അതിനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ മൊബൈൽ ഉപയോഗം അത് വളരെ കണിശമായി നിയന്ത്രിക്കണം. പല ആളുകളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല.
മൊബൈലിൻ്റെ ഉപയോഗം സാധാരണ നാട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അതിഥികളായി ഹറമിൽ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ മൊറോക്കോക്കാരനായ വലിയ ഒരു ധനാഢ്യനായ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തെ ഹറമിൽ നിന്ന് പരിചയപ്പെടാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വളരെ ചെറിയ ഒരു മൊബൈൽ ഫോണാണ് കയ്യിലുള്ളത്. അതിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി മൊബൈൽ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹറമിൽ വരുമ്പോൾ ഈ മൊബൈലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്, മറ്റ് ടച്ച് സ്ക്രീൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. കാരണം സമയം ഒരുപാട് അതിന്മേൽ പോകുമെന്നുള്ളത് കൊണ്ട് ബിസിനസ്സൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ വേറെ ആളെ ഏൽപ്പിച്ച് ഇവിടെയുള്ള ഇബാദത്തുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഹറമിൽ എത്തിപ്പെട്ട ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം മൊബൈലിൻ്റെ ഉപയോഗം വളരെ കുറക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആവശ്യത്തിന് നാട്ടിലേക്കോ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വിളിക്കുകയും അതുപോലെ സമയം നിശ്ചയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ സമയത്തിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ കഴിയും എന്ന കാര്യം ഓരോ ഹാജിമാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മത്താഫിലും മറ്റുമൊക്കെ തന്നെ സഈയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഫോട്ടോ എടുത്തുകൊണ്ട് തൻ്റെ ഇബാദത്ത് കർമ്മങ്ങൾക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ തന്നെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അതുപോലെ താൻ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാനായി വീഡിയോ എടുക്കുന്നതിന് പുറമെ ലൈവായി വീട്ടുകാർക്കും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ഇബാദത്തുകൾ കോട്ടം വരാനിടയാകുന്നതിന് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഹറമിലെത്തിപ്പെട്ടാൽ, മക്കയിലെത്തിപ്പെട്ടാൽ നമ്മൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം, നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഫോട്ടോകളും അത്തരം വീഡിയോകളും ഒക്കെ തൻ്റേതായിട്ടുള്ള നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അതുപോലെ തന്നെ ഇഹ്റാമിലായിക്കൊണ്ടും ഒക്കെയുള്ള ഫോട്ടോകൾ വിടുന്നത് അത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം, ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡുകൾ ഉപയോഗപ്പെടുത്തുവാനും അതിൽ ബർക്കത്ത് ലഭിക്കുവാനും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലന ഫി ഔഖാത്തിന, അള്ളാഹുവെ ഞങ്ങളുടെ സമയത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് അള്ളാഹുവിനോട് നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് നമ്മുടെ സമയത്തിൽ അനുഗ്രഹം നൽകുകയും ആ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.